പ്രീവിയസ് ബർത്ത് കർമ്മ എന്ന് പറയുമ്പോൾ താങ്കളുടെ ചിരിയിൽ ആ പ്രീവിയസ് ബർത്ത് കർമ്മയെക്കുറിച്ച് താങ്കൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഞാനിത് പറഞ്ഞ് തീർന്നിട്ട് ലാസ്റ്റ് 25% ആണ് അബ്ദുൽ കലാമും എബ്രഹാം ലിങ്കനും ഒക്കെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു 25 എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം. ഇറ്റ് വിൽ നോട്ട് റിമെയിൻ സെയിം ഫോർ എവരി പേഴ്സൺ. അൺലെസ് അതർവൈസ് നമുക്ക് കുടുംബപരദേവത പ്രീതി ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരു വ്യക്തിക്കും ഉയർച്ച ഉണ്ടാകില്ല എന്ന് പറയുന്നത്. ഏറ്റവും കോറിലോട്ടാണ് എത്തേണ്ടത്, റൂട്ടിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ദി അമേസിംഗ് വേയുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് സായിറാം പി സഞ്ജയ് തന്നെയാണ്. പ്രമുഖ ഹസ്തരേഖ വിദഗ്ധനായിട്ടുള്ള അദ്ദേഹത്തോട് നമുക്ക് സംവദിക്കാം. ജയ് സായിറാം. ജയ് സായിറാം. ജയ് സായിറാം. സാർ, ഇപ്പോൾ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു മേൽക്കൈ, കാരണം നമ്മുടെ ഇപ്പോൾ വിശ്വാസങ്ങൾ ഒരു പടിയൂടെ മുകളിലേക്ക് കടന്നിട്ട് അന്ധവിശ്വാസം എന്നുള്ള ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആത്മീയതയുടെ പേരിലുള്ള കച്ചവടങ്ങളാകട്ടെ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും അങ്ങ് പ്രതിദാനം ചെയ്യുന്ന ഹസ്തരേഖാശാസ്ത്രം വൻതോതിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കപടമായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് വന്ന് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുകയും അന്ധവിശ്വാസത്തിൻ്റേതായിട്ടുള്ളൊരു തലത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതൊരു സമൂഹത്തിന് ഏത് രീതിയിലാണ് ഇത് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തെറ്റായ രീതിയിൽ ഇതിനെ എടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? വിശ്വാസം എല്ലാം അതല്ലേ എല്ലാം എന്ന് നമ്മൾ പറയുന്ന കൂട്ട്, അപ്പം അന്ധമാണോ അതോ വിശ്വാസമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു ശാസ്ത്ര ശാഖയെ കുറിച്ചിട്ട് നമുക്ക് ബേസിക്കായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ ഒരു സാങ്കേതിക വശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഏത് മേഖലയിലാണ് ശരിക്കുള്ള ഫേക്കും നല്ല ആൾക്കാരും ഇല്ലാത്ത ഏത് മേഖലയുണ്ട്. ഇപ്പോൾ പിന്നെ മെഡിക്കൽ ഫീൽഡ് ആകട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആകട്ടെ, എല്ലാ മേഖലയിലും നല്ല വ്യക്തികളും മോശം വ്യക്തികളും ഉണ്ടാവാം. അപ്പോൾ എല്ലാ വ്യക്തികളും ഒരുപോലെ ഇരിക്കണം അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ഇരിക്കണം എന്ന് നമുക്ക് അവകാശപ്പെടാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ഹസ്തരേഖയിലുണ്ടാവാം, ആസ്ട്രോളജിയിലുണ്ടാവാം, മെഡിക്കൽ ഫീൽഡിലുണ്ടാകാം, എല്ലാ മേഖലകളിലും നല്ല വ്യക്തികളുണ്ടാവാം, മോശം വ്യക്തികളുണ്ടാവാം. അവിടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം ആ രീതിയിൽ നമ്മൾ എത്തപ്പെടാതെ ഇരിക്കുക എന്നുള്ളതൊരു വ്യക്തിയുടെ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു വ്യക്തിയെടുത്ത് അവർക്ക് അനാലിസിസ് എടുക്കുമ്പോൾ അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാരണം മിനിമം കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വന്തം കൈ അല്ലെങ്കിൽ അവളുടെയോ കൈ നോക്കിക്കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തിയുടെ കറണ്ട് അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന 4 അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്. അപ്പം ഞാനതൊന്ന് പറയാം, താങ്കൾക്ക് ഇൻ്റർഫിയർ ചെയ്യാം, ഇടയ്ക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കൾ ഗിരീഷ് നമശിവായ എന്ന് പറയുന്നത് താങ്കളെന്നൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് അത് ഏത് വ്യക്തിയും സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, താങ്കളുടെ പ്രീവിയസ് ബർത്ത് കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം ആ പ്രീവിയസ് ബർത്ത് കർമ്മ എന്ന് പറയുമ്പം താങ്കളുടെ ചിരിയിൽ ആ പ്രീവിയസ് ബർത്ത് കർമ്മയെക്കുറിച്ച് താങ്കൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഞാനിത് പറഞ്ഞ് തീർന്നിട്ട് ആ ഒരു വ്യത്യാസത്തിലോട്ട് വരാം. പ്രീവിയസ് ബർത്ത് കർമ്മ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ബർത്ത് ചെയ്ത പാപപുണ്യങ്ങളുടെ പരിണിത ഫലമായിട്ട് ഈ ഒരു ജന്മത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ചില പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു 25% ആവറേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത് ഒരു 25% എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീനിൻ്റെ ക്വാളിറ്റി. അപ്പോൾ താങ്കളുടെ അച്ഛൻ്റെയും അമ്മയുടെയും DNA ക്വാളിറ്റി താങ്കൾക്ക് ഒരു 25% അഫക്റ്റ് ചെയ്യും. അപ്പോൾ 50% ആയോ? ഇനി അടുത്ത 25% എന്ന് പറയുന്നത് താങ്കളുടെ ബ്രോട്ടപ്പാണ്. താങ്കളുടെ കൊള്ളക്കാരുടെ കൂടെയാണോ വളർത്തിയത്, അല്ലെങ്കിൽ താങ്കളുടെ വളരെ സാത്വികമായ ഒരു ഫുഡൊക്കെ തന്ന് സാത്വികമായ രീതിയിൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ പഠിപ്പിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് പഠിപ്പിച്ച് വന്നോ, അല്ലെങ്കിൽ എത്രത്തോളം അവരെ ബ്രോട്ടപ്പ് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഉണ്ടാക്കി. അപ്പോൾ 75% ആയി. ഈ 75%ലും ഒരു വ്യക്തിക്കും കൺട്രോൾ ഇല്ല, കാരണം ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഇനി ലാസ്റ്റ് 25% ആണ് അബ്ദുൽ കലാമും എബ്രഹാം ലിങ്കനും ഒക്കെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അവരുടെ എയിമിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പവർ, അവർക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സർഗാത്മകമായ വാസനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഈ പറയുന്ന 3നെയും അതിജീവിച്ച് കൊണ്ട് ഒരു ഉന്നതങ്ങളിലെത്തുക. അവിടെയാണ് ഒരു സ്പിരിച്വൽ സ്പീക്കർ ആയാലും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയാലും ഈ ഹസ്തരേഖയോ ജ്യോതിഷമോ അങ്ങനെയുള്ള സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്നവരും ഈ വ്യക്തികളിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുക. ഇനി ആദ്യം ഞാൻ പറഞ്ഞു 25 എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം. ഇറ്റ് വിൽ നോട്ട് റിമെയിൻ സെയിം ഫോർ എവരി പേഴ്സൺ. ഇതൊരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ഞാനൊരു സ്റ്റാൻഡർഡൈസ് പ്രോട്ടോക്കോളിൽ മാത്രം പറഞ്ഞതാണത്. അപ്പം നമ്മളൊരു കൈ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും
അവരുടെ പ്രീവിയസ് ബർത്തിലാണോ കൂടുതൽ പ്രശ്നങ്ങളിൽ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത്? അല്ല. അങ്ങനെ നോക്കുമ്പം അല്ല, അയാളുടെ DNA-ലാണോ അല്ലേ പ്രശ്നം? ഓക്കെ, അപ്പോൾ DNA-ൽ ഒരു 40% ഇഷ്യൂസ് പുള്ളിക്ക് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ബർത്തിലെ കർമാസ് പുള്ളിക്ക് കുറവാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇത് രണ്ടിലും പ്രശ്നമില്ല, അയാൾക്ക് കൂടുതലും പ്രശ്നം വന്നിരിക്കുന്നത് ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, അതേയുള്ള ബ്രോട്ടപ്പിൽ വന്ന പ്രശ്നമായിരിക്കാം. നമ്മളൊരു കൈ നോക്കിക്കഴിയുമ്പോൾ ഇതിലാണ് കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രശ്നം പറയുക മാത്രമേ ഉള്ളൂ, അത് പരിഹാരം പറയാൻ പറ്റുമോ? ഈ 4 ഐറ്റത്തിനും പരിഹാരങ്ങളോട് അതിലോട്ട് ഞാൻ വരികയാണ്, പരിഹാരത്തിലൊന്ന് പറയുന്നതുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്കിതറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് ലൈൻസ് 3 ബന്ധങ്ങളെയാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. നമ്മുടെ ഒന്ന് ഹൃദയത്തിനെ പ്രതിനിധീകരിക്കും, ഒന്ന് മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു, ഒന്ന് ആയുസിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഈ 3 രേഖകളും ബേസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ബർത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചറിൽ നമുക്ക് പരദേവതാ പ്രീതി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കുടുംബ പരദേവത. അൺലെസ് അതർവൈസ് നമുക്ക് കുടുംബ പരദേവതാ പ്രീതി ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരു വ്യക്തിക്കും ഉയർച്ച ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബ പരദേവതാ പ്രീതി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആയുർവേദയ്ക്ക് സമാന്തരമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ലൈനുണ്ട്. അതിന് സമാന്തരമായി വരുന്ന ഒരു പാരൽ ലൈനാണ് തുണരേഖ അല്ലെങ്കിൽ സപ്പോർട്ട് ലൈൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ഇംഗ്ലീഷ് രീതിയിൽ വരുന്ന കൈറോഡ് ഓഫ് അക്ഷയ് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ലൈൻ എന്ന് പറയും. അപ്പം അതിൻ്റെ പ്രസൻസ് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കർമ്മദോഷങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ കുടുംബ പരദേവതാ പ്രീതി ഉണ്ടാവും. അവർക്ക് പ്രീവിയസ് ബർത്ത് കർമ്മമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നങ്ങളല്ല, അവർക്ക് സുഹൃതം ചെയ്ത ആത്മാക്കളാണ് എന്ന ഒരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. അത് ഒന്ന് മാത്രമല്ല, ഞാൻ ഒരൊറ്റ കാര്യം ജസ്റ്റ് ഇത് പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പെട്ടെന്ന് ഒറ്റ ഒരു സിംഗിൾ സിറ്റിങ്ങിൽ നമുക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ DNA-ലാണ് പ്രശ്നം. അപ്പോൾ അവിടെ അങ്ങനെ DNA-ലാണ് പ്രശ്നമാണെങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളിൽ പലർക്കും ഈ ലൈഫ് ലൈനും ഹെഡ് ലൈനും ജോയിൻ്റ് ആയിരിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ലൈഫ് ലൈനും ഹെഡ് ലൈനും തമ്മിൽ ജോയിൻ്റ് ആകാതെ നിൽക്കുന്ന സെപ്പറേറ്റ് അവസ്ഥ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാരൻസിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം, അവർ എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ് ആകാം, അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. അപ്പോൾ അവിടെ നമ്മൾ ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി അതല്ലാതെ നമുക്ക് അവർക്ക് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് പോലുള്ള ഇഷ്യൂ, അവരുടെ ബ്രോട്ടപ്പിനകത്ത് വന്ന ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് അവരുടെ മൗണ്ട് ഓഫ് മൂൺ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. മൂൺ ഓഫിൽ വരുന്ന സയൻസ്, മൂണിനകത്ത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് 3 നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഏരിയയിലാണ് അവർക്ക് കോൺസെൻട്രേറ്റ്. ഇപ്പം പരിഹാരം ചോദിച്ചോല്ലേ, പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഓരോ വ്യക്തിക്കും പരിഹാരം മാറും. ഒരേ പ്രശ്നമാണെങ്കിലും അവർക്ക് എക്സ്റ്റേണലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഒന്നാണെങ്കിലും നമ്മൾ അതിൻ്റെ റൂട്ട് കോസ്, ഞാനൊരു നാച്ചുറോപ്പതിയും കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പം നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് നമ്മൾ ഏറ്റവും കോറിലോട്ടാണ് എത്തേണ്ടത്, റൂട്ടിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ആ റൂട്ടിലാണ് നമ്മൾ പരിഹാരം പറയേണ്ടത്. അപ്പോൾ അവർക്ക് പരിഹാരം എന്ന് പറയുമ്പോഴേക്കും ആ റൂട്ട് എന്തിലാണ് അവരുടെ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് വേണം നമ്മളൊരു സൊല്യൂഷനിലോട്ട് എത്താൻ. ഇപ്പോൾ എക്സ്റ്റേണലി നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കില്ല. ഓരോ വ്യക്തികൾക്കും യുണീക്കാണ്, ഓരോ വ്യക്തികളുടെ കൈയും യുണീക്കാണ്, ഓരോ വ്യക്തികളുടെ പ്രോബ്ലവും യുണീക്കാണ്, ഓരോ വ്യക്തികൾക്കും നമ്മൾ പറയുന്ന സജഷൻസോ അവർക്ക് ചെയ്യുന്ന ചേഞ്ചസിനും യുണീക്നെസ് ഉണ്ടാകും.